അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ദിവസം അങ്ങ് എത്താറായി അല്ലേ? നമ്മുടെ ക്രിസ്മസ് എവിടെ വരെയായി എല്ലാവരുടെയും ക്രിസ്മസ് പർച്ചേസും ആഘോഷങ്ങളൊക്കെ. ഞങ്ങളുടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇതിപ്പോൾ എടുത്തൊരു വീഡിയോ ഒന്നും അല്ല കേട്ടോ. ക്രിസ്മസിൻ്റെ ആദ്യ വാരത്തിൽ ഞങ്ങൾ പോയപ്പോൾ എടുത്ത ഒരു ചെറിയൊരു വീഡിയോ ആണ്. കുറേ നാളായി എഡിറ്റ് ചെയ്യാനൊന്നും സമയമൊന്നുമില്ല. എല്ലാ ദിവസവും 5 ദിവസം ഡ്യൂട്ടിയുടെ ഇടയ്ക്കുള്ള ചെറിയ 1-2 ഓഫ്, അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ ഇഷ്ടംപോലെ പണിയുണ്ടാവും. എങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഓടി വന്നങ്ങ് എഡിറ്റ് ചെയ്യും കേട്ടോ. അത് എൻ്റെ ഒരു പാഷനാണ്. എനിക്കിത് കാണുമ്പോൾ ഒരു ഇഷ്ടം കൊണ്ടാണ് കേട്ടോ. ക്രിട്ടിസൈസ് ഉണ്ട്, പക്ഷെ എന്നെ കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ആണെങ്കിലും പുറത്ത് പോകുമ്പം ഞങ്ങളെ കണ്ടിട്ട് കണ്ടിരുന്നു കേട്ടോ, വീഡിയോ നല്ലതായിരുന്നു കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കാനൊരു സന്തോഷം, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ വീഡിയോ കാണാൻ വേണ്ടിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു ഓർമ്മയ്ക്കും കൂടിയാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനും ഇടയ്ക്കൊക്കെ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ മെനക്കെട്ട പണി തന്നെയാണ്, എങ്കിലും അതിലും ഒരു സന്തോഷം. നമുക്ക് എല്ലാ പണികളിലും ഓരോ സന്തോഷം നമ്മൾ കണ്ടെത്തണ്ടേ. അപ്പോൾ എന്നാ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ക്രിസ്മസ് ഒക്കെ ആയില്ലേ, കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ചേക്കാമെന്ന് വെച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയത് കേട്ടോ. മാളുകളിലൊക്കെ ആണെങ്കിലും കുറച്ചധികം ക്രിസ്മസിൻ്റെയൊക്കെ ഡെക്കറേഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം ഒന്നും നമുക്ക് നമ്മുടെ അബുദാബിൻ്റെ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നല്ല മനോഹരമായിട്ടുള്ള ഡെക്കറേഷനുകളും ഓരോ നാടിൻ്റെയും അതിൻ്റേതായിട്ടുള്ള വെറൈറ്റികളുണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ ക്രിസ്മസിൻ്റെ വീടുകളിലേക്ക് ഡെക്കറേഷനൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഒരു വീട് നിറച്ചും നന്നായിട്ട് ഡെക്കറേഷൻ ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെ സാധനങ്ങളാണ് ഏത് മാളുകളിലും കയറിയാൽ. ഞാൻ കുറേയൊക്കെ കണ്ടു, എല്ലാം നല്ല ക്യൂട്ടി ആയിട്ടുള്ള പപ്പീസും നല്ല ക്യൂട്ട് ഡെക്കറേഷൻസും. പിന്നെ നാട്ടിലത്തേക്ക് ആണെങ്കിൽ ക്രിസ്മസ് എനിക്കതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. നമ്മൾ ഒരു 25 നോമ്പിന് നമ്മൾ പള്ളിയിൽ പോകുന്നു. പള്ളിയിലെ നോമ്പിൻ്റെയൊക്കെ ശേഷം അവസാനം ഒരു 24-ാം തീയതി അല്ലെങ്കിൽ 23-ാം തീയതി ആകുമ്പോഴത്തേക്കും നമ്മൾ പുല്ലൊക്കെ പറിച്ച് വന്ന് പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്ന ഒരു പണ്ട് കാലം. അതൊക്കെ കഴിഞ്ഞ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങളെയൊക്കെ എവിടെയാണെങ്കിലൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ അവിടെ പോയി കഴിഞ്ഞപ്പം അവരൊക്കെ തെർമോക്കോളും കൊണ്ടൊക്കെയായിരുന്നു കൂടുതലും പുൽക്കൂടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. തെർമോക്കോൾ ഉപയോഗിച്ച് പുൽക്കൂട് ഉണ്ടാക്കുന്നു. ചിലരൊക്കെ ആണെങ്കിൽ ആൾക്കാരെ വിളിച്ച് വീട്ടിൽ കുളമൊക്കെ കുത്തി പുൽക്കൂട് ഉണ്ടാക്കുന്നു. ഓരോന്നിനും ഓരോ ആഘോഷങ്ങൾ. ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെ തന്നെ കുഞ്ഞു പുൽക്കൂട്. ഇപ്രാവശ്യമെങ്കിലും എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ, പുല്ലും കൊണ്ടൊരു പുൽക്കൂട് ഉണ്ടാക്കണമെന്ന്. ഇതുവരെ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പിള്ളേരുടെയൊക്കെ ഓർമ്മകളിൽ അതുവരെ ഒരു പുൽക്കൂട് ഉണ്ടാക്കിയിട്ടില്ല. ഇപ്രാവശ്യങ്ങളിൽ അങ്ങനെ ഒരു പുൽക്കൂട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ നിങ്ങളുടെയൊക്കെ എന്നാണ്ട് വിശേഷമൊക്കെ? ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ അവിടെയൊക്കെ തുടങ്ങിയോ? ഞാൻ ചെറിയ ഈ കോട്ടയത്തൊക്കെ ആഘോഷങ്ങളൊക്കെ കണ്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല കാറൊക്കെ എടുത്തിട്ടിട്ട്. നേഴ്സിങ്ങിനൊക്കെ പോയതിന് ശേഷം ഞാൻ ഇപ്രാവശ്യം കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ അബുദാബിയിലൊക്കെ ക്രിസ്മസ് ഉണ്ടെങ്കിലും ഇത്രത്തോളം ആഘോഷങ്ങളൊന്നുമില്ല കേട്ടോ. എനിക്ക് ഇപ്രാവശ്യമാണ് ശരിക്കും നമ്മുടെ പണ്ടത്തെ നാട്ടിലത്തെ ഒരു ക്രിസ്മസിൻ്റെ അത്രയും ഒരു ഓളമൊക്കെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമുക്കതൊരു ഡെക്കറേഷൻ ചെയ്യണം, പുൽക്കൂടാക്കണം, അതിനകത്തേക്ക് ഇതൊക്കെ വെക്കണം എന്നൊക്കെയുള്ളൊരു നമുക്ക് അതിയായ ഒരു ആഗ്രഹവും അതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, ഒരു ഭയങ്കര സന്തോഷമാണത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിള്ളേരും ഇതുപോലെ തന്നെ കൂടെ കൂടും. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ജസ്റ്റ് വീട് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി മാത്രമാണേ. പുൽക്കൂടിൻ്റെ സാധനങ്ങൾ അതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സാധിക്കുമോ എന്നൊക്കെ നമുക്ക് 25-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്ക് നോക്കാം അല്ലേ. ഞങ്ങളുടെയൊക്കെ ആണെങ്കിൽ ഞാൻ കുറേ സ്ഥലമൊക്കെ കണ്ടു. നമ്മുടെ നാട്ടിലെ പുൽക്കൂടിൽ വെക്കുന്ന ഒരു തരം ഉണ്ണിച്ചപ്പുല്ലുണ്ടല്ലോ, ഞങ്ങളുടെ അവിടെ ഉണ്ണിച്ചപ്പുല്ല് എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ ഉണ്ണിച്ചപ്പുല്ല്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ണിച്ചപ്പുല്ല്? ഞങ്ങളുടെ നാട്ടിലെ എസ്പെഷ്യലി ക്രിസ്മസിൻ്റെ സമയം ആകുമ്പോൾ മാത്രം മുളയ്ക്കുന്നൊരു പുല്ലുണ്ട് കേട്ടോ. ആ പുല്ലിനെ ഞങ്ങൾ ഉണ്ണിച്ചപ്പുല്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾ ക്രിസ്മസിന് പുൽക്കൂട് കിട്ടുമ്പം ഈ ഉണ്ണിച്ചപ്പുല്ലും കൊണ്ട് പുൽക്കൂട് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അധികം നാളൊന്നും കെട്ടിയിട്ടില്ല. ഞങ്ങളുടെ തറവാടുണ്ടായിരുന്നു, അപ്പച്ചി വീടെന്ന് ഞങ്ങൾ പറയുന്നത്. അപ്പച്ചി വീട്ടിലൊക്കെ ആണെങ്കിലാണ് ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ കൂടിയിട്ട് ഇടയ്ക്കൊക്കെ ഒരു പുൽക്കൂടൊക്കെ കെട്ടുന്നത്. പിന്നെ ആൻറ്റിമാർ അപ്പുറത്തിപ്പുറത്തൊക്കെ ആണെങ്കിലും ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ എല്ലായിടത്തും മാറിയൊക്കെ ആണെങ്കിലും പുൽക്കൂട് ഉണ്ടാക്കും, കാണാനൊക്കെ പോകും. ഇടയ്ക്കൊക്കെ ഒത്തിരി ഒന്നും എല്ലാ പ്രാവശ്യമൊക്കെ പുൽക്കൂട് ഉണ്ടാക്കിയ ഓർമ്മയൊന്നും എനിക്കില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഒരു പുൽക്കൂട് ഉണ്ടാക്കിയ ഓർമ്മകളൊക്കെ ഉണ്ട്. പിന്നെ പുൽക്കൂട് കാണാനും പോകും കേട്ടോ. ഇടയ്ക്ക് എല്ലാ വീടുകളിലും പുൽക്കൂട് കാണാൻ വേണ്ടിയിട്ട് കരോൾ വരുമ്പോഴായിരുന്നു. അതൊക്കെ ഒരു നല്ലൊരു രസമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ ജസ്റ്റ് പോകുന്ന വഴിക്ക് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറണം എന്നൊക്കെ വിചാരിച്ചാണ് പോകുന്നത്. പിന്നെ വേറെ എന്നാണ്ട് വിശേഷങ്ങളൊക്കെ? അപ്പം ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ ഞാൻ ഇവിടുത്തെ വീഡിയോകളൊക്കെ ഇനിയും എടുത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറ. എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടെ തന്നെ ഒരുങ്ങി തന്നെ ക്രിസ്മസൊക്കെ ആഘോഷിക്കണം കേട്ടോ. പള്ളിയിലൊക്കെ പോകുമ്പം ഞങ്ങൾക്കും അത് തന്നെയാണ് ആഗ്രഹം. ലീവ് കിട്ടുമോയെന്നൊന്നും അറിയത്തില്ല. നമുക്കറിയാമല്ലോ നേഴ്സുമാരുടെ ജീവിതമാണ്. അപ്പോൾ നമുക്ക് റിക്വസ്റ്റ് ചെയ്ത ലീവൊന്നും കിട്ടണമെന്നൊന്നുമില്ല. എങ്കിൽ തന്നെയും ക്രിസ്മസിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ആഘോഷിക്കണമെന്ന് 25-ാം തീയതി തന്നെയൊന്നുമില്ല. ഒന്നെങ്കിൽ 25-ാം തീയതിക്ക് മുമ്പ് അല്ലെങ്കിൽ 25-ാം തീയതിക്ക് ശേഷം ലീവ് കിട്ടാൻ പ്രാർത്ഥിക്കാം. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാം കേട്ടോ.